പാനും ആധാറും തമ്മിൽ ഇനിയും ബന്ധിപ്പിച്ചില്ലേ? ഇല്ലെങ്കിൽ ഡിസംബർ 31 ശേഷം പ്രവർത്തനരഹിതമാകും. പാനും ആധാറും തമ്മിൽ ഡിസംബർ 31 ലിങ്ക് ചെയ്തില്ലെങ്കിൽ പാൻ കാർഡ് പ്രവർത്തനരഹിതമാകുമെന്നും ഇടപാടുകൾ സുഗമമായി നടത്തുന്നതിന് തടസ്സം സൃഷ്ടിക്കുമെന്നും ആദായ നികുതി വകുപ്പ്. നിരവധി ഫിൻടെക് സ്ഥാപനങ്ങൾ ഉപയോക്തൃ അനുമതിയില്ലാതെ ഉപഭോക്തൃ പ്രൊഫൈലുകൾ സൃഷ്ടിക്കാൻ പാൻ വിവരങ്ങൾ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. ഇത് ഗുരുതരമായ ആശങ്കകൾ ഉയർത്തുന്നുണ്ട്. അതിനാൽ വ്യക്തിഗത വിവരങ്ങളുടെ ദുരുപയോഗം തടയാൻ പാൻ വഴി ആഭ്യന്തര മന്ത്രാലയം ആദായ നികുതി വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. സാമ്പത്തിക തട്ടിപ്പ് കേസുകളിലെ എണ്ണം വർദ്ധിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ആദായ നികുതി വകുപ്പിന്റെ നിർദ്ദേശം. ഇന്ത്യയിലെ എല്ലാ നികുതിദായകരും ആധാർ കാർഡുമായി പാൻ ബന്ധിപ്പിക്കുന്നത് നിർബന്ധമാക്കിയതായി ആദായ നികുതി വകുപ്പ് അറിയിച്ചു. സമയപരിധിക്ക് മുമ്പ് ഇവ രണ്ടും ലിങ്ക് ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നത് പാൻ കാർഡുകൾ പ്രവർത്തനരഹിതമാക്കും. ഇത് സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതിൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ലിങ്ക് ചെയ്യാനായി ബന്ധപ്പെട്ട വെബ്സൈറ്റിൽ പോയി ലിങ്ക് ആധാറിൽ ക്ലിക്ക് ചെയ്യുക. പാൻ, ആധാർ, പേര്, മൊബൈൽ നമ്പർ എന്നിവ നൽകിയാൽ ലിങ്ക് ചെയ്യും. ഇരു രേഖകളിലെയും പേര്, ജനനത്തീയതി, ലിംഗം എന്നിവ ഒരുപോലെയായിരിക്കണം. മൊബൈലിൽ വരുന്ന OTP നൽകിയാണ് നടപടിക്രമം പൂർത്തിയാക്കേണ്ടത്. അതേസമയം പാൻ ആധാർ ലിങ്കിംഗ് സ്റ്റാറ്റസ് അറിയാനായി ലിങ്കിൽ പ്രവേശിച്ച് ഹോം പേജിലെ ക്വിക്ക് ലിങ്ക് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ആധാർ സ്റ്റാറ്റസ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പാൻ ആധാർ നമ്പർ നൽകിയാൽ ആധാറുമായി പാൻ ലിങ്ക് ചെയ്തോ എന്ന് അറിയാൻ സാധിക്കും. ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ പാൻ ആധാറുമായി ബന്ധിപ്പിച്ചിട്ടില്ല എന്ന് തെളിഞ്ഞു വരും. ക്വിക്ക് ലിങ്കിന് കീഴിലുള്ള ലിങ്ക് ആധാറിൽ ക്ലിക്ക് ചെയ്ത് ആധാറുമായി പാനിനെ ബന്ധിപ്പിക്കാനും ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്.